വീഡിയോ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കാൻ പോകണം. കൂടെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അപ്പം ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ സ്മിത ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മുറിക്കട്ടെ കേട്ടോ. ഇന്ന് കുറച്ചധികം പണിയുള്ള ദിവസമാണ്. അപ്പോൾ പോട്ടെ, ഓഫ് ടു തുണി മുറിക്കുന്ന സ്ഥലം. എൻ്റെ മനസ്സിലുള്ള ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ പലാസോ ആയിട്ടോ. കൂടെ തന്നെ ക്രോപ്പ് ടോപ്പിന് വന്നിട്ട് ഒരു ബിഷപ്പ് സ്ലീവോ അങ്ങനെ എന്തെങ്കിലും ആണ് നോക്കുന്നത്. പ്ലസ് നമ്മുടെ നെക്ക് ഒരു വി നെക്ക് ടൈപ്പ്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ മെറ്റീരിയലും കാര്യങ്ങളും. നമ്മൾ സെലക്ട് ചെയ്ത ഫാബ്രിക് ഇതാണ് കേട്ടോ. ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ 1 മീറ്റർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 മീറ്ററും കൂടി കൂട്ടി നമ്മൾ പലാസോം ക്രോപ്പ് ടോപ്പും അടിക്കാൻ പോവാണ്. എൻ്റെ ബോട്ടം വന്നിട്ട് ഈ ഒരു ഫാബ്രിക്കായിട്ട്. ഇതെന്താ മെറ്റീരിയൽ? സാൻഡ്യൂൺ ക്രേപ്പ് ആട്ടോ നമ്മൾ എടുക്കുന്നത്. നല്ല ഭയങ്കര ഫീലുണ്ട് ഈ മെറ്റീരിയലിന്. എനിക്കിഷ്ടം ഇങ്ങനത്തെ ഇത്തിരി ഫ്ലോയി ആയിരുന്നു. പക്ഷെ എന്നാൽ കൂടി കളർ മാച്ച് വന്നപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ്. ഈ ഒരു ഫാബ്രിക് ഇല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാൻ നേരത്തൊക്കെ ഇല്ലേ ഇഷ്ടപ്പെട്ട ഫാബ്രിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 1 മീറ്റർ കട്ട് ചെയ്ത് വെക്കും. കാരണം ബ്ലൗസോ എന്തെങ്കിലും അടിക്കാനായിട്ട് നല്ലതാണെന്നും കരുതി ഞാൻ എപ്പോഴും 1 മീറ്റർ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നോക്കി വെച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഇത്. ഇവിടെ കുറേ ഇങ്ങനത്തെ പാൻസിൻ്റെയും അതുപോലെ ബോട്ടം പ്ലെയിൻ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഒരു ഡിസൈനർ കൂടെ ഉള്ളപ്പോൾ എന്തിനാണല്ലേ വേറെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. ചേച്ചി ആട്ടോ പറഞ്ഞ് മുറിപ്പിച്ച, തികഞ്ഞില്ലെങ്കിൽ ചേച്ചീനെ പിടിക്കാം. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ മുറിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ തലേ ദിവസത്തെ ഔട്ട്ഫിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ. ലൈനിങ് ഉണ്ട്. ഞാൻ ഓൾറെഡി ചേച്ചി ഒരു 1 മീറ്ററും അതിൻ്റെ ലൈനിങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. സ്ലീവ് പിന്നെ ബെൽ സ്ലീവ് വേണമെങ്കിൽ ഒന്നും കരുതി ഒരു 1/2 മീറ്ററും കൂടി മുറിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ. ഇത് വന്നിട്ട് പൊക്കത്തെ പോർഷനും ഇത് താഴത്തെ പോർഷനും. ഐറ്റംസ് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് നമുക്കിത് തയ്ക്കാൻ വേണ്ടി കൊടുക്കണം. തലേ ദിവസത്തെ ഡ്രസ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തയ്ക്കാൻ വേണ്ടി കൊടുക്കണം. പാറ്റേണും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം. അപ്പോൾ ഓഫ് ടു സ്റ്റിച്ചിങ് സെൻറ്റർ. ഹലോ ഗൈസ്, അപ്പം നമ്മളിതേ ഐറ്റംസ് ഒക്കെ മേടിച്ച് മെറ്റീരിയലൊക്കെ മേടിച്ച് നമ്മൾ ബുട്ടീക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുവാണ്. ബുട്ടീക്ക് ചെന്ന് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് ആ ഒരു വാക്കോട് കൂടി എൻ്റെ ഫോണിൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അയ്യോ വീട്. അപ്പോൾ നമ്മൾ നേരെ ബുട്ടീക്കിൽ പോയിട്ട് ഐറ്റംസ് ഒക്കെ തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ക്രോപ്പ് ടോപ്പും പലാസും 1000 വട്ടം ഞാൻ പറയുന്നത് ക്രോപ്പ് ടോപ്പും പലാസും ആണെന്ന്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ കുറേ ഇതുപോലെ സാമഗ്രികൾ ഫോണൊക്കെ വിളിക്കും. ഒന്ന് മൈൻഡ് ചെയ്യരുത്. അപ്പം നമ്മൾ പോട്ടെ, ബുട്ടിക്ക് പോയി മെഷർമെന്റ് ഒക്കെ എടുത്ത് ഐറ്റം കൊടുക്കട്ടെ. എൻ്റെ ഫോണിൽ ഗുഹയിലോട്ടാട്ടാ പോയത്. ഗുണാക്കിയവാണ്, കാണുന്നില്ല. മോനെ സുഭാഷേ, കുട്ടാ എവിടെയാടാ? പൊന്നെ കാണില്ലട്ടാ. നമ്മളങ്ങനെ ബുട്ടീക്കിൽ തയ്ക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ അമിതയുണ്ട്. അമിതാണ് നമുക്കത് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെറ്റാക്കി തരുന്നത്. അപ്പോൾ അത് ഞാൻ കൊടുക്കട്ടെ. നമ്മളെടുത്ത് വെച്ച ഔട്ട്ഫിറ്റ്. അതെ, അത് വളരെ നല്ല തീരുമാനമായിരിക്കും. അതെ, ഇത് പാൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, ഇത് ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ടുള്ളത്. ഇതിന്റെ ബാലൻസ് തുണി ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുതരാം കേട്ടോ. ഇതൊക്കെയാട്ടോ നമ്മളെടുത്ത ഫാബ്രിക്. ഞാൻ കാണിച്ചു തന്നായിരുന്നു. എന്നാലും ഒന്നുകൂടി കാണിക്കണം. അവിടുത്തെ ലൈറ്റിൽ നിന്ന് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഈ മെറ്റീരിയൽ. എൻ്റെ അമ്മ ഇതെനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ അത് തന്നെ നമുക്ക് പാൻറ്റിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയലും. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ മെറ്റീരിയൽ. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ച ആയിട്ടോ. എനിക്ക് ശനിയാഴ്ച വേണം ഔട്ട്ഫിറ്റ്. അല്ലെങ്കിൽ ഇതൊക്കെ ഡൈ ചെയ്യിപ്പിച്ച് വേറെ അടിപൊളി ഔട്ട്ഫിറ്റൊക്കെ ആക്കി എടുത്തേനെ. സമയമില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യണമായതുകൊണ്ടാട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തത്. പക്ഷേ ഇതൊക്കെ നല്ല രസമുള്ള ഫാബ്രിക്. ഈ 2 മെറ്റീരിയലും ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തൊരു രസമാണെന്ന് നോക്കിയാൽ കാണാൻ. ബനാറസി ആണോ അത്? ബനാറസി ഫാബ്രിക്. എൻ്റെ അമ്മ എന്ത് രസം. പിന്നെ ഇതും നല്ല രസമുണ്ട്. ഇതല്ലേ? ഓ, ഡൈ ചെയ്താ അല്ലേ? പിന്നെ ഇത് കണ്ട് ഈ ഫാബ്രിക് ഒക്കെ നോക്കി എന്ത് രസമാണ്. മസ്ലിനും ഇതും നല്ല രസമുള്ള ഫാബ്രിക്. കോട്ട് സെറ്റ് അടിക്കാൻ അടിപൊളിയാണ്. മെറ്റീരിയൽ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. മെറ്റീരിയൽ അല്ല, എൻ്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോകുക. ഞാൻ പാറ്റേൺ കാര്യങ്ങൾ സ്കെച്ച് ചെയ്തേക്കണം, കാണിച്ചു തരാം കേട്ടോ. അപ്പം മെഷർമെന്റ് എടുക്കട്ടെ. വലിയ മെഷർമെന്റ് എടുക്കാൻ പോണേ. സേ ഹായ്. ആളതെ എൻ്റെ മെഷർമെന്റ് എടുക്കാൻ പോകട്ടോ.
ഇതാണ് കേട്ടോ നമ്മുടെ സ്കെച്ച്. ഇത്രയും വരും ടോപ്പ്. പിന്നെ നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ്. കൂടെ തന്നെ സ്കേർട്ട് പലാസോ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ടോട്ടൽ ലുക്ക്. ബാക്ക് സൈഡ് വന്നിട്ട് കണ്ടോ ഇതുപോലെ 6 ആക്ക് നമ്മുടെ ടൈ ഡീറ്റെയിലാണ് വന്നേക്കുന്ന. കൂടെ ഇതുപോലെ കുറേ ഹാങ്ങിങ്സും ഉണ്ടാവും കേട്ടോ, ടാസിൽസും ഉണ്ടാകും. രസം ഉണ്ടാവും മൊത്തത്തിൽ കാണാൻ വേണ്ടി. ടാസിൽസ് നമുക്ക് പ്രിൻറ്റഡ് ആക്കി തരാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ സാറ്റർഡേ വന്നിട്ട് ട്രയൽ ചെയ്ത് നമുക്ക് നോക്കണം. അപ്പോൾ അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നെ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ട്രയൽ ചെയ്തിട്ട് ബാക്കി നിങ്ങളെ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇടുന്ന ദിവസം ഞാൻ ബാക്കി അല്ലേ അമ്മോ എങ്ങനെയുണ്ട് ഫുൾ നമ്മൾ എക്സ്റേ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അന്ന് കാണിച്ചു തരാം. ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഔട്ട്ഫിറ്റിന് വേണ്ടി. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, തലേ ദിവസത്തെ പരിപാടിക്ക് ഇടാൻ വേണ്ടി നമ്മൾ മെറ്റീരിയൽ എടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് മേടിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഇപ്പോൾ ഇടേണ്ട ഔട്ട്ഫിറ്റാണ് ഞാൻ ഇപ്പോൾ വന്ന് ബുട്ടീക്ക് വന്ന് മേടിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഇട്ട് നോക്കാം, ട്രയൽ ചെയ്യാം. ഫുൾ ലുക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഇതാണ് ക്രോപ്പ് ടോപ്പ്. കൂടെ തന്നെ ഇതാണ് നമ്മളുടെ ആ ഒരു സ്കേർട്ട് പോലിരിക്കുന്ന പലാസോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഈ പ്രിൻറ്റ് എൻ്റെ പറയാൻ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാണല്ലോ. ഈ പ്രിൻറ്റ് ഭയങ്കര ഈ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇവിടെ എത്തിയ സമയം കൊണ്ട് ഇവിടെ വേറൊരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയാനെന്തോ ടയർഡായല്ലേ. ഇരിക്കണോക്കി മുഖം ഇരിക്കണോക്കി പാവം. ഞാൻ ഔട്ട്ഫിറ്റ് എടുത്തേപ്പാ ഇട്ട് നോക്കട്ടെ. നല്ല വാവ് ആയിട്ടുണ്ടെന്ന് പറയോ? വാവ് എന്ന് പറയോ? അതെ ഇത് കണ്ടത് രണ്ട് ഔട്ട്ഫിറ്റ്. ഞാൻ ദേ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. എൻ്റെ അമ്മയെ അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പ്രത്യേകിച്ച് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇത് കണ്ടോ കറക്റ്റ് ഫിറ്റിങ്ങിലാണ് കിട്ടിയേക്കണം. ബാക്ക് സൈഡൊക്കെ നല്ല രസമാട്ടോ ഇതിൻ്റെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദേ ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ക്രോപ്പ് ടോപ്പും പലാസോയും പിന്നെ ബാക്ക് സൈഡ് ആണെങ്കിലും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ 6 ആക്ക് പാറ്റേൺ വന്ന ബാക്ക് സൈഡും ഒക്കെ കൊടുത്തേക്കുന്ന മൊത്തത്തിലല്ലേ ഫിറ്റിങ്. ഇതൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. ഇത് കണ്ടോ കറക്റ്റ് ഫിറ്റിംഗ് ആണ് എല്ലാം വന്നേക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഈവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇപ്പോൾ ചെന്നിട്ട് ഇത് ഇട്ടിട്ടൊന്ന് റോക്ക് ചെയ്യണം. ഓഫ് കുറേ നാളത്തെ ഷുഗർ കട്ടിങ്ങിൻ്റെ ആട്ടോ ഇവിടെയൊക്കെ കുറഞ്ഞിരിക്കണം. എന്നാലും ഈ സൈഡ് ഉണ്ട്, ഇവിടെ കുറച്ച് ഒതുങ്ങി. അത് തന്നെ മഹാഭാഗ്യം. പിന്നെ ഇതൊക്കെ ആണെങ്കിലും സ്ലീവ് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ നമ്മുടെ ഡീറ്റെയിലിംഗ് ഇതിലുണ്ടായിരുന്നതാണ് കേട്ടോ. മെറ്റീരിയലിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ഡീറ്റെയിലിംഗ്. അത് കഫിനും വെച്ചു, ബാക്ക് സൈഡിലില്ല, കഫിന് മാത്രം ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ, ഒരു ഗ്രാൻഡ് ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും ഡിസൈനും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഈ കഫിൽ വന്നേക്കണ ആ ഒരു ബോർഡർ ഉണ്ടായിരുന്ന ബോർഡർ നമ്മൾ കഫിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഔട്ട്ഫിറ്റ്. ഫിറ്റിംഗ് ആണെങ്കിലും പെർഫെക്റ്റ് ആണ്. ഞാൻ ഇനി നമ്മളുടെ ആ ഒക്കേഷൻ ഇടാതെ ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടായി, ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് എങ്ങനെയുണ്ടായി? നല്ല രസമുണ്ടായിരുന്നോ? വിചാരിച്ചാ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് ആയിരിക്കും ഇടണേന്ന്? ഇല്ല, ഞാനൊട്ടും വിചാരിച്ചില്ല. ചുരിദാറാന്ന് വിചാരിച്ചാ? ചുരിദാറോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു നാടൻ ലുക്കുള്ള സെറ്റപ്പാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും കുറച്ച് വെറൈറ്റി വേണം തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. ഹിറ്റാണോ ഫ്ലോപ്പാണോ? ഹിറ്റാണ്. ഒന്നുകൂടി പറഞ്ഞേ, നീ എന്താണ് ഫ്ലോപ്പായേക്കണ എന്താണെന്ന് ഇത് കേട്ടാ മതി. അതെ അതെ. അപ്പോൾ ഞങ്ങൾ അതേ പാഴ്സൽ ഇത് പാക്കിങ് ചെയ്ത് പാഴ്സലെന്ന് പാക്കിങ് ചെയ്ത് കൊണ്ടുപോട്ടെ കേട്ടോ വീട്ടിലോട്ട്. അടിച്ചു പൊളിച്ച് ബ്ലാസ്റ്റ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് അതൊക്കെ ചെയ്തേക്കുക. കാരണം ഇതെൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റായിട്ട് മാറി എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്തെങ്കിലും ഒരു പരിപാടി പുറത്തേക്ക് ഇടാനും കൂടി വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആട്ടോ. വൺ ടൈമായിട്ട് ഇട്ട് മാറ്റി വയ്ക്കാനല്ല, എനിക്കിതിനി റീയൂസ് ചെയ്യണമെന്നുണ്ട്. കാരണം ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സ്റ്റിച്ചിങ് ആണ് ഒന്നും പറയാനില്ല,
നമ്മളെ വെച്ച് തയ്ച്ച പോലെ അങ്ങനെ പറയില്ലേ, അതുപോലെ എൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഷെയ്ഡ് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചേക്കുന്ന ലൈലാക്ക് ഷെയ്ഡ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടാലോ. അതുവരേക്കും ബൈ.